സ്വാതന്ത്ര്യം എവിടെ? സ്വാതന്ത്ര്യം എവിടെ? നിത്യസ്വാതന്ത്ര്യം എവിടെ? സ്വാതന്ത്ര്യം എവിടെ? നിത്യസ്വാതന്ത്ര്യം എവിടെ? പറയൂ മർത്യരേ, നിങ്ങൾ തൻ സ്വാതന്ത്ര്യം എവിടെ? പറയൂ മർത്യരേ, നിങ്ങൾ തൻ സ്വാതന്ത്ര്യം എവിടെ? 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 നിങ്ങൾ തൻ സ്വാതന്ത്ര്യം എവിടെ? 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 നിങ്ങൾ തൻ സ്വാതന്ത്ര്യം എവിടെ? നിരാശ്രിതരേ, ബന്ധിതരായി തീർന്നവരേ, നിന്ദിതരേ, നിരാശ്രിതരേ, ബന്ധിതരായി തീർന്നവരേ, അധർമ്മശക്തിതൻ അധികാരത്തിൽ കൈവിലങ്ങുകൾ വീണവരേ, അധർമ്മശക്തിതൻ അധികാരത്തിൽ കൈവിലങ്ങുകൾ വീണവരേ, ഈ ലോകം നൽകാത്ത സ്വാതന്ത്ര്യം നൽകിടും യേശുരക്ഷകൻ, ഈ ലോകം നൽകാത്ത സ്വാതന്ത്ര്യം നൽകിടും യേശുരക്ഷകൻ. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം, ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം. മദ്യവും മയക്കുമരുന്നുകളും ലോകസുഖങ്ങളും തേടൂരി, മദ്യവും മയക്കുമരുന്നുകളും ലോകസുഖങ്ങളും തേടൂരി, പാപവും രോഗവും ശാപവുമെല്ലാം അടിമകളാക്കിടും സഹചരേ, പാപവും രോഗവും ശാപവുമെല്ലാം അടിമകളാക്കിടും സഹചരേ, ഈ അടിമമുഖങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം എന്നും ക്രിസ്തുവിൽ, ഈ അടിമമുഖങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം എന്നും ക്രിസ്തുവിൽ. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം, ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം.
അനാഥരെ പീഡിതരെ നിർധനരായി തീർന്നവരെ അന്ധതമോടും മതിലുകൾക്കുള്ളിൽ മുറവിളി കൂട്ടും മാനവരെ അന്ധതമോടും മതിലുകൾക്കുള്ളിൽ മുറവിളി കൂട്ടും മാനവരെ ക്രിസ്തുവിനരികെ വരുവിൻ തരുമവൻ നിത്യ സ്വാതന്ത്ര്യം ക്രിസ്തുവിനരികെ വരുവിൻ തരുമവൻ നിത്യ സ്വാതന്ത്ര്യം 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 ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എവിടെ നിത്യ സ്വാതന്ത്ര്യം എവിടെ സ്വാതന്ത്ര്യം എവിടെ നിത്യ സ്വാതന്ത്ര്യം എവിടെ പറയൂ മർത്യരേ നിങ്ങൾ തൻ സ്വാതന്ത്ര്യം എവിടെ പറയൂ മർത്യരേ നിങ്ങൾ തൻ സ്വാതന്ത്ര്യം എവിടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം മാന്യ സ്നേഹിതരെ, നല്ലവരായ ദേശനിവാസികളെ, ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതരെ, വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, മറ്റ് ഞങ്ങളുടെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കേവർക്കും 80ാമത് സ്വാതന്ത്ര്യ ദിന ആശംസകൾ ഞങ്ങൾ നേരുകയാണ്. ലോകത്തിലെ പെന്തക്കോസ്തിൻ്റെ ഉന്നതമായ ദൈവിക പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന മഹത്തായ സംഘടനയായ അസംബ്ലീസ് ഓഫ് ഗോഡ് നെയ്യാറ്റിൻകര സെക്ഷൻ മിഷൻസിൻ്റെയും ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗമായി സംയോജിച്ചുകൊണ്ട് നടത്തുന്ന ലഹരി വിരുദ്ധ സ്വാതന്ത്ര്യദിന സന്ദേശയാത്രയാണ് ഇന്നേ ദിവസം, ഈ സന്തോഷത്തിൻ്റെ ഈ ദിവസം ഓലത്താണി ജംഗ്ഷനിൽ പ്രാർത്ഥിച്ച് ആരംഭിപ്പാനിടയാകുന്നത്. ഞങ്ങൾക്ക് തൊട്ടു മുമ്പ് വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളും നല്ല ഗാനങ്ങളും ഒക്കെയായി ഇവിടെ പ്രോഗ്രാം നടത്തപ്പെടുവാനിടയായി. എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ഇന്നേ ദിവസത്തിന് ഉണ്ടായി വരുവാൻ കാരണമായത്? ഏകദേശം 2 നൂറ്റാണ്ടോളം
ബ്രിട്ടീഷ് ആധിപത്യത്തിൽ അടിമപ്പെട്ടിരുന്ന ഭാരത രാജ്യം 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടുവാനിടയായി. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ മുന്നിൽ നിന്ന് യത്നിച്ച ആയുധരഹിത വിപ്ലവത്തിലൂടെ സമരപ്രഖ്യാപനങ്ങൾ നടത്തി നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജി ഉൾപ്പെടെയുള്ള മഹൽ നേതാക്കളെ ഓർക്കുവാനും സ്മരിക്കുവാനും അവരുടെ സൽപ്രവൃത്തികളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ രാജ്യത്തിന് വേണ്ടി വിഭാവനം ചെയ്യപ്പെട്ട ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൂതുകൾ ഒന്നുകൂടി ഘോഷിക്കപ്പെടുക എന്നുള്ളതാണ് ഈ സന്ദേശ യാത്രയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരെ അഭിമാനിപ്പാനുണ്ട്. കാരണം 1950 ജനുവരി 26 ലോകത്തിൽ തന്നെ ഏറ്റവും ദീർഘമായ ലിഖിതവും എഴുതപ്പെട്ടതുമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണഘടന ഡോക്ടർ BR അംബേദ്കറിലൂടെ നിലവിൽ വരുവാൻ തക്കവണ്ണമിടയായി. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി ക്രമീകരിക്കപ്പെടുവാൻ ഇടവന്നത് ഏതൊരു ഭാരതീയ പൗരനും അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള മുഖമുദ്രയുമായി വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വർഗ വർണ്ണ വിവേചനം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഭാരതത്തിലെ ഓരോ പൗരനും അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശ്രേഷ്ഠത എടുത്തു പറയുമ്പോൾ തന്നെ 22 ഭാഗങ്ങളും 395 വകുപ്പുകളുമുള്ള 300ഓളം പേജുകൾ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭരണഘടന നമുക്കുണ്ട്. അതിൽ തന്നെ അത് എടുത്തു പറയുവാൻ കഴിയുന്ന അടിസ്ഥാന തത്വങ്ങൾ ശ്രദ്ധേയമാണ്. ജനങ്ങളുടെ പരമാധികാരം, സോഷ്യലിസം, മത നിരപേക്ഷത, അതുപോലെ മൗലിക അവകാശങ്ങൾ, സ്വാതന്ത്ര്യ നീതിക്കായിട്ടുള്ള നിയമങ്ങൾ, ന്യായവ്യവസ്ഥ, ഫെഡറൽ സമ്പ്രദായം, ക്യാബിനറ്റ് സമ്പ്രദായം, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ശ്രേഷ്ഠത നാം എടുത്തു പറയേണ്ടതാണ്. അതിലുപരി ഇന്ത്യയിലെ ഏതൊരു പൗരനും നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അവകാശത്തിന്റെ പ്രാധാന്യവും നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാം വകുപ്പ് മുതൽ 22 വരെയുള്ള വകുപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. പ്രസംഗത്തിനും അഭിപ്രായത്തിനുമുള്ള സ്വാതന്ത്ര്യം ഏത് പൗരനും ഈ രാജ്യത്തുണ്ട്. സമാധാനപരമായി ആയുധരഹിത അതേ അനുഭവങ്ങളിലൂടെ യോഗം ചേരാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുവാൻ, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നമ്മുടെ ഭരണഘടന നൽകുകയാണ്. സ്വാതന്ത്ര്യമായി സംസാരിക്കുവാൻ അവകാശമുണ്ട്. എവിടെയും അവരുടെ ഇഷ്ടാനുസരണം താമസിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിച്ച് തന്നിരിക്കുക. ഏതു ജോലിയും അഭിമാനമായി കണ്ടുകൊണ്ട് അത് ചെയ്യുവാൻ ഈ സമൂഹം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതിലുപരി 21-ാം വകുപ്പ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് നൽകുന്ന സംരക്ഷണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ 25 മുതൽ 28 വരെയുള്ള ഭരണഘടന വകുപ്പ് മതസ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് നൽകുന്നത്. ഞാൻ ഇതൊക്കെ ഊന്നി പറയുന്നത് ഭരണഘടനയുടെ അതേ ഏറ്റവും പ്രാധാന്യത ചൂണ്ടിക്കാണിച്ച് അഭിമാനത്തോടെ അതേ ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുന്ന നാം ഇന്ന് എവിടെയൊക്കെയോ തലതാഴ്ത്തി ലജ്ജയോടെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം വരികയാണ്. മനുഷ്യ ജീവിതങ്ങൾ കൊതിക്കുന്ന മഹാന്മാർ ആയുധരഹിത വിപ്ലവങ്ങളിലൂടെ നേടിത്തന്ന സമര ആ പ്രഖ്യാപനങ്ങളിലൂടെ സമാധാനപരമായി നയിക്കുവാനിടയായ ആ അനുഭവങ്ങളിൽ നേടിത്തന്ന സ്വാതന്ത്ര്യം ഇതെവിടെയൊക്കെയോ ഹനിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യത്തോടെ നാം നോക്കിക്കാണേണ്ടിയിരിക്കുകയാണ്. അന്ന് മഹാന്മാർ ഉയർത്തിപ്പിടിച്ച ക്വിറ്റ് ഇന്ത്യ സമരം എന്നുള്ള
ആ പ്രഖ്യാപനം ഇന്ന് ഏതൊക്കെയോ മേഖലകളിൽ നാം ഉച്ചസ്ഥരം ഘോഷിക്കപ്പെടണമെന്നുള്ളത് യാഥാർത്ഥ്യമായി മാറുകയാണ്. അന്ന് ബ്രിട്ടീഷ് ആധിപത്യമാണ് ഇന്ത്യയിലെ ജനങ്ങളെ അടിമയാക്കിയതെങ്കിൽ ഇന്ന് മനുഷ്യ ജീവിതത്തെ അത് കാഠിന്യമേറിയ എത്രയോ ആമേൻ പ്രതികൂല സാഹചര്യങ്ങളാണ് ജീവിതങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്നത്. കലാലയങ്ങളിലും രാഷ്ട്രീയവും തീവ്രപരമായിട്ടുള്ള അനുഭവങ്ങളെ ചേക്കേറി അതേ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുന്ന അനുഭവങ്ങൾ നോക്കിക്കാണുമ്പോൾ അതിനോട് അത് മുഖപക്ഷം കൂടാതെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുവാനുള്ള അത് ഒരു നല്ലൊരു വികാരം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ഭാരത സമൂഹമെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തെ തടങ്കലിലാക്കുന്ന കൂട്ടിലടയ്ക്കുന്ന ഒരു കിളി പോലെ മാറ്റുമ്പോൾ അതിന്റെ നടുവിൽ ഉയർത്തിപ്പിടിക്കുവാൻ ഞങ്ങൾ ഇന്ന് ഈ സന്ദേശയാത്രയിലൂടെ താല്പര്യപ്പെടുന്നത് അത് ഏറ്റവും പ്രധാനമായി മനുഷ്യ ജീവിതത്തെ അടിമയാക്കുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ചാണ്. മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും നശിപ്പിക്കുന്ന ഒരു വിപത്താണ് ലഹരി എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. എന്റെ പ്രിയ സ്നേഹിതരെ, ലഹരി അല്ല ജീവിതമാകണം ലഹരി എന്നുള്ള മുഖമുദ്രയോടുകൂടി അത് ഈ ദിവസങ്ങളിൽ ആ ചിന്താധാരയിൽ അണിനിരക്കേണ്ട നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് നാം തീർത്തും മനസ്സിലാക്കണം. നാളെയുടെ വാഗ്ദാനങ്ങളായ യുവതലമുറയെ കാത്തു സൂക്ഷിക്കുവാൻ പാപത്തിന്റെ കഠിനമായ ഈ ഏറ്റവും പ്രതികൂലമായിരിക്കുന്ന വിപത്തുകളിൽ നിന്ന് വരും തലമുറയെ രക്ഷിക്കുവാൻ കഴിയുന്ന ആപ്തവാക്യവുമായിട്ടാണ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മിഷൻ പ്രസ്ഥാനവും ഇവാഞ്ചലിസം പ്രസ്ഥാനവും ഇന്ന് ഈ സന്ദേശയാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തീർത്തും മനസ്സിലാക്കുവാൻ കഴിയും, ഈ മഹാവിപത്തായി തീർന്നുകൊണ്ടിരിക്കുന്ന ലഹരി മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വിനാശങ്ങൾ എത്രയോ വലുതാണ്. ശാരീരികമായ നാശം ജീവിതത്തിൽ കൊണ്ടുവരുന്നു. ആന്തരികമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ആശുപത്രികളിൽ നിരന്തരമായി ചികിത്സകൾ തേടി പരിഹാരമില്ലാതെ ആത്മഹത്യ ശ്രമിക്കുന്ന എത്രയെത്ര ജീവിതങ്ങളെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുക. അതിലേറെ മാനസികമായ തകർച്ച കൊണ്ടുവരുന്നതാണ് ഈ ലഹരി, മയക്കുമരുന്ന്, മദ്യപാനം, പുകവലി എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. മാനസികമായി തകർക്കപ്പെട്ടിട്ട് നിരാശയുടെ ആ അനുഭവത്തിൽ ചെന്നുപെട്ട് ജീവിതത്തോട് വിരക്തി തോന്നുന്ന അനുഭവങ്ങൾ ഈ ലഹരികൾക്കടിമയായ ജീവിതങ്ങൾക്കുണ്ടാകുന്നതാണ്. കുടുംബങ്ങളുടെ തകർച്ച ഇന്നിന്റെ പരാജയമായി നാം കാണണം. ലഹരിക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ, തലമുറകളെ കരങ്ങളിലെടുത്ത് താലോലിക്കേണ്ടവർ തലമുറകളെ ഒരു ദയവുമില്ലാതെ താഴേക്ക് അടിച്ചു കുലപ്പെടുത്തുന്ന അതിദയനീയമായ, അത് ഒരിക്കലും ഓർക്കുവാൻ പോലും നമ്മുടെ മനസ്സുകളിൽ അത് കഴിയാത്ത നിലകളിലുള്ള നീറുന്ന അനുഭവങ്ങളാണ് വാർത്താ മാധ്യമങ്ങളിൽ ഓരോ ദിനങ്ങളിലും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ലഹരിയുടെ കഠിനമായ, കഠോരമായ, കിരാതമായ അനുഭവങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വളരെ പ്രതീക്ഷയോടെ വിമാനത്തിൽ കയറുന്നവർക്ക് പോലും സ്വസ്ഥമായി പറന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയിൽ അതെ പൈലറ്റുമാരും ലഹരിക്കടിമയായി തീർന്ന ആ ദുസ്ഥിതി നമ്മുടെ രാജ്യത്തിൽ വന്നത് എത്രയോ ഭയാനകമായിട്ടാണ് നമ്മുടെ ജനം വായിച്ചറിഞ്ഞത്. എത്രയെത്ര മനുഷ്യരുടെ പ്രതീക്ഷകളാണ് ചിറകറ്റ് വീഴുക എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഓർക്കാൻ കഴിയും. സാമൂഹ്യമായിട്ടുള്ള അപചയം ഈ ബന്ധത്തിൽ ഏറ്റവും അതേ പ്രതിസന്ധിയായി വന്നു ഭവിച്ചിരിക്കുക. കുറ്റകൃത്യങ്ങൾ ഏത് അതേ ദയനീയമായ അനുഭവങ്ങളിലേക്കും ചെന്നെത്തുവാൻ അതെ ഈ ലഹരി ഒരു വ്യക്തിയെ അടിമയാക്കിക്കൊണ്ടിരിക്കുക. അപ്പനാരെന്നോ അമ്മയാരെന്നോ അതേ ഭാര്യ ആരെന്നോ ഭർത്താവ് ആരെന്നോ മക്കളാരെന്നോ സഹോദരി സഹോദരനാരെന്നോ അതെ തിരിച്ചറിയുവാൻ കഴിയാത്ത ആ ഏറ്റവും കിരാതമായ
നഗരതുല്യമായ അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തെ, ഈ സമൂഹത്തെ വലിച്ചിഴയ്ക്കുന്ന ഈ ലഹരിയോട് എന്നേക്കും വിട പറയുവാനുള്ള ഒരു ബോധവൽക്കരണം കൂടിയായി തീരുകയാണ് അതെ നെയ്യാറ്റിൻകര മിഷൻസിന്റെയും ഇവാഞ്ചലിസത്തിന്റെയും അതെ ഡിപ്പാർട്ട്മെന്റുകൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യദിന ലഹരി വിരുദ്ധ സന്ദേശ യാത്ര. വെളിച്ചത്തിലേക്ക് ഈ ആമ്പാറ്റകൾ ഓടിയെടുക്കുന്നത് പോലെയാണ് ഇന്ന് മദ്യപാനത്തിലേക്കും ലഹരി അനുഭവങ്ങളിലേക്കും അതേ ജീവിതങ്ങൾ ഓടിയെടുക്കുന്നത്. കുടിച്ചും കുത്തിവെച്ചും അതെ എത്രയോ രഹസ്യപരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ജീവിതങ്ങളെ കൊച്ചു പിഞ്ചു ഓമനകളെ പോലും അടിമപ്പെടുത്തുന്ന ഈ പരാജയത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് കരകയറുവാൻ 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഭാരത ജനതയ്ക്ക് കഴിയണമെന്നുള്ള അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഓലത്താണി നിവാസികളോട് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത്. ഉണ്ണിക്കൈയിൽ മൊബൈൽ കൊടുത്തല്ലാതെ ഉണ്ണാൻ കഴിയില്ല എന്നുള്ള ദയനീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ പിഞ്ചോമനകൾ മാറ്റപ്പെടുന്നത് മാതാപിതാക്കളുടെ അതേ നിയന്ത്രണം ഇല്ലാത്ത അനുഭവങ്ങളാണെന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. 1987 ജൂൺ മാസം 26 മുതൽ ലോക ലഹരി വിരുദ്ധ ദിനം ആരംഭിപ്പാനിടയായി. ബോധവൽക്കരണങ്ങളിലൂടെയും അതേ നിലകളിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രബുദ്ധ കേരളം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ മനുഷ്യവർഗത്തെ മുഴുവനുമായി തന്നെ രക്ഷിച്ചെടുക്കുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്നാൽ ഈ ദൈവസ്നേഹം അനുഭവിച്ച ഒരു കൂട്ടം അടിമപ്പെട്ട മനുഷ്യനെ, പാപത്തിന് അടിമപ്പെട്ട മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മധ്യഭാഗമായ യെരുശലേമിൽ സകല മാനവജാതിയുടെയും മനുഷ്യവർഗത്തിന്റെയും പാപത്തിന് പരിഹാരമായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യ രൂപമെടുത്ത മനുഷ്യ അവതാരമെടുത്ത നസ്രയനായ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി, ഒരു കുടുംബം വിശ്വസിക്കുന്നതിലൂടെ സമാധാനവും സന്തോഷവും ലഭ്യമായി അവർ നേരിടുന്ന സകല വിപത്തുകളിൽ നിന്നും മോശം നേടുവാൻ കഴിയുമെന്നുള്ള നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഈ ഓലത്താണി ജംഗ്ഷനിൽ ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. പ്രിയമുള്ളവരെ, യേശു തരുന്ന സമാധാനം പണമില്ലെങ്കിലും, ആരോഗ്യം കുറഞ്ഞാലും, സമ്പത്ത് കുറഞ്ഞാലും, പഠിപ്പ് കുറഞ്ഞാലും ജീവിതത്തിൽ ലഭ്യമാക്കാൻ കഴിയുന്നതാണ് യേശു തരുന്ന സമാധാനം. ദൈവത്തിന്റെ വചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇപ്രകാരം പറയുവാൻ കഴിഞ്ഞ ഒരേ ഒരുവനേ ഉള്ളൂ, അത് നസ്രയനായ യേശു കർത്താവാണ്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന 4 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ഇവനിൽ ഒരു തെറ്റുമില്ല എന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തവും ഒഴുക്കി നൽകി മാനവജാതിക്ക് വേണ്ടി പാപമോക്ഷം നൽകിയ സന്ദേശം നൽകിയ രക്ഷാദൂത് നൽകിയ ആ നസ്രയനായ യേശു ക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായ രക്ഷ എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, കുഞ്ഞുമക്കളെ, സഹോദരങ്ങളെ, ഈ രാവിലെ സമയം നമുക്ക് നേടിയെടുക്കുന്നതിലൂടെ പുത്രനായ ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നാം സാക്ഷാൽ സ്വാതന്ത്ര്യരാണ്. പാപമെന്ന ഈ കഠിനമായ ക്യാൻസർ പോലെ മനുഷ്യ ജീവിതങ്ങളെ കടന്നാക്രമിക്കുന്ന കൊടും ക്രൂരമായ വിപത്തുകളിൽ നിന്ന് നിമിത്തമുണ്ടാകുന്ന ആത്മഹത്യ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, സാമൂഹ്യ തിന്മകൾ, ഇവയിൽ നിന്നെല്ലാം ഒരു വ്യക്തിയെ രക്ഷിച്ചെടുക്കുവാൻ കഴിയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായി ഇവിടെ മുതൽ ആരംഭിക്കുന്ന ഇന്നത്തെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാരണമായി തീരട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നെയ്യാറ്റിൻകര സെക്ഷൻ മിഷൻസിന്റെയും ഇവാഞ്ചലിസത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ സ്വാതന്ത്ര്യ ദിന സന്ദേശയാത്ര നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടും ഈ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ടും ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാണ്.
ഒറിജിനൽ പോലും തോറ്റുമടങ്ങും എന്റെ കാലമാ വല്ലാത്ത കാലമാ നീ നേരെ ചൊവ്വെ പൊക്കോണെ 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 നല്ലത് നോക്കി ചൂസ് ചെയ്യാം ചീത്തയൊക്കെ തള്ളിക്കളയാം നല്ലത് നോക്കി ചൂസ് ചെയ്യാം ചീത്തയൊക്കെ തള്ളിക്കളയാം ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം ചുമ്മാകും ചുമ്മാകും ചുമ്മാ 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 ചുമ്മാകും ചുമ്മാ 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 ബുദ്ധി മാത്രം പോരാ ബുദ്ധി മാത്രം പോരാതിനും ദൈവകൃപയും വേണം വല്ലാത്ത കാലമാണ് നേരെ ചൊവ്വെ പൊക്കോണെ വല്ലാത്ത കാലമാണ് നേരെ ചൊവ്വെ പൊക്കോണെ വ്യാപാരി വ്യവസായികൾ ഓട്ടോ തൊഴിലാളികൾ ഈ ദേശത്തിൽ പാർക്കുന്ന അമ്മമാർ സഹോദരിമാർ പിതാക്കന്മാർ എല്ലാവരെയും നിങ്ങളെ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു 80ാമത് സ്വാതന്ത്ര്യം ഭാരതം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ പകലിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു നിത്യമായ സ്വാതന്ത്ര്യ സന്ദേശത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ലോകത്തിൽ പത്രമാധ്യമ വാർത്തകൾ സമാധാനം നൽകാത്ത അശാന്തിയുടെ വാർത്തകൾ ഓരോ പ്രഭാതത്തിലും നമ്മെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്ന് സമാധാനം ലഭിക്കുമെന്ന് അന്വേഷിച്ച് മനുഷ്യൻ പരക്കം പായുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത് 80 വർഷം സ്വാതന്ത്ര്യം നമുക്ക് ഭാരതത്തിൽ ലഭിച്ചിട്ടും മനുഷ്യന് സമാധാനം ലഭിക്കാത്ത സന്തോഷം ലഭിക്കാത്ത അരാജകത്വത്തിന്റെ അടിമത്തത്തിൽ പാപത്തിന്റെ അടിമത്തത്തിൽ പൈശാചികമായ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു ജനസമൂഹം ഇന്നും വിടുവിക്കപ്പെടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ പകൽ ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുവാൻ ഇടയാക്കിയിരിക്കുന്നത് സമാധാനം ലഭിക്കേണ്ടതിന് മനുഷ്യൻ വിവിധ മാധ്യമങ്ങളിലൂടെ സമാധാനം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് മദ്യത്തിന് മയക്കുമരുന്നുകൾക്ക് മനുഷ്യൻ സമാധാനം നൽകുവാൻ കഴിയുമോ എന്ന് മനുഷ്യൻ ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു കൗതുകത്തിന് ആരംഭിക്കുന്ന മദ്യപാനം സമാധാനം ലഭിക്കുമോ എന്ന അന്വേഷണത്തിൽ ആരംഭിക്കുന്ന മയക്കുമരുന്നിലേക്കുള്ള പ്രവേശനം
ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന വണ്ണം അസമാധാനത്വത്തിന്റെ നീരാളിപ്പിടിയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ച് ഒടുവിൽ മരണത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ലോകത്തിൽ സമാധാനം നൽകുന്ന ഒരു നല്ല വാർത്തയുണ്ട്. ആ വാർത്തയുടെ പേരാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ച്, പാപികളെ സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. താണഭൂമിയിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വന്ന 33 തിരുവയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് അറിയിച്ചുകൊണ്ട് കാൽവരിയുടെ കുലമരത്തിൽ മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാകുന്നു യഥാർത്ഥമായ സുവിശേഷം. ഈ സുവിശേഷത്തിന് നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിയും. മദ്യത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം, മയക്കുമരുന്നുകൾക്ക് നൽകാൻ കഴിയാത്ത സമാധാനം, ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്ക് നൽകാൻ കഴിയാത്ത സമാധാനം യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് സാധ്യമാണ് എന്ന് ഈ പ്രായമുള്ള എന്റെ ബഹുമാന്യ ശ്രോതാക്കൾ അറിയാതെ പോകരുത്. യേശു പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവിലൂടെയാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. പാപത്തിന്റെ അടിമത്തത്തിൽ പെട്ടുപോയ മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പാപമില്ലാത്ത ക്രിസ്തു കാൽവരിയുടെ കുലമരത്തിൽ മരിച്ച് അവിടുത്തെ രക്തം നമുക്കായി ഒഴിച്ചു തന്ന് നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇത് സൗജന്യമായി കിട്ടുന്ന രക്ഷയാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഏതു ജാതിയിലുള്ള മനുഷ്യരെയും, ഏത് മതത്തിലുള്ള മനുഷ്യരെയും, ഏത് വർണ്ണത്തിലുള്ള മനുഷ്യരെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ, സമാധാനത്തിലേക്ക് നയിക്കാൻ, സന്തോഷത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. ക്രിസ്ത്യാനിറ്റി ഒരു മതമായി ഈ ലോകത്തിൽ ചിത്രീകരിച്ചിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്ത്യാനിറ്റി ഒരു മാർഗമാണ്. സൗജന്യമായ രക്ഷയുടെ മാർഗം, സൗജന്യമായ സമാധാനത്തിന്റെ മാർഗം യേശുക്രിസ്തു നമുക്കായി വില കൊടുത്തുകൊണ്ട് സ്വാതന്ത്ര്യം നൽകി തന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, കടഭാരങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഈ യേശു സർവശക്തനായ ദൈവമാണ്. എല്ലാ വഴികളിലൂടെയും അന്വേഷിച്ച് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, നിങ്ങൾ വിശ്വസിച്ച മതത്തിനോ, നിങ്ങൾ വിശ്വസിച്ച മാർഗത്തിനോ, നിങ്ങൾ ആശ്രയിച്ച ദൈവങ്ങൾക്കോ നിങ്ങളെ രക്ഷിക്കാൻ കഴിയാതെ വന്നാൽ, ഒരു കുപ്പി വിഷത്തിലും ഒരു തുണ്ട് കയറിലും ജീവനെടുക്കാൻ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന സർവശക്തരായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരാൻ സാധിച്ചാൽ അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കും. ലോകത്തിന്റെ ചരിത്രത്തിൽ നരഭോജിയെ നരസ്നേഹിയാക്കിയ ഒരു മാർഗമുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിറ്റിയാണ്. ഇന്ന് പകൽക്കാലം മനുഷ്യരെ സ്നേഹത്തിലേക്ക് നയിക്കാൻ, മനുഷ്യത്വത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു മാർഗം. മക്കൾ അപ്പനമ്മമാരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, സഹോദരങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, കുലപാതകങ്ങൾ നിത്യ സംഭവങ്ങളായി കൊണ്ടിരിക്കുകയാണ്. മദ്യാസക്തി നിമിത്തമുണ്ടാകുന്ന അസമാധാനം നിത്യ സംഭവങ്ങളായി കൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ നീരാളിപ്പിടിയിൽ യുവത്വം അമർന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കന്മാരെ അപ്പനമ്മമാർക്ക് പേടിപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ തലമുറയെ രക്ഷിക്കാൻ സർവശക്തനായ യേശുവിന് സാധ്യമാണ്. ആകയാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ടും യേശുവേ എന്നെ സഹായിക്കണമേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴിയണമേ, അങ്ങയുടെ മകനാക്കി എന്നെ മാറ്റണമേ എന്ന് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നിത്യമായ സമാധാനവും നിത്യമായ രക്ഷയും നൽകിക്കൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവിക സന്തോഷം നിറച്ചുകൊണ്ട് നിങ്ങളെ നിത്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ഈ ദൈവം സർവശക്തനാണ്. അവരെന്ന് ഇന്ന് ജീവിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആകയാൽ യേശുവിന്റെ ഈ നിത്യമായ സമാധാന സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദൈവത്തിലായി ജീവിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശ യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.
കണ്ടിടുമൊറ്റോരുടയവരും കെട്ടിയ വീടും നീലം പൊരുളും കണ്ടിടുമൊറ്റോരുടയവരും കൊടുവിട്ടോളി ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമേ കൊടുവിട്ടോളി ജീവൻ പോയാ കൂടെ വരാതെ വേർപെടുമേ വരുവിൻ ഈ നല്ല സമയം പ്രതാപകരെ നിന്നെ യേശു വിളിച്ചിടുന്നു ഉലകമായ അഴകു സമം അതു നമ്പാതെ ഭയത്തും നിന്നെ ഉലകമായ അഴകു സമം അതു നമ്പാതെ ഭയത്തും നിന്നെ മരണമൊരുനാൾ വന്നിടുമേ മറക്കാതെ നീ രക്ഷകനെ മരണമൊരുനാൾ വന്നിടുമേ മറക്കാതെ നീ രക്ഷകനെ വരുവിൻ ഈ നല്ല സമയം പ്രതാപകരെ നിന്നെ യേശു വിളിച്ചിടുന്നു മരത്തിൻ കീഴെ ഭൂമി മീതെ വനവനേശു നാമമെന്നേ മരത്തിൻ കീഴെ ഭൂമി മീതെ വനവനേശു നാമമെന്നേ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ രക്ഷിപ്പാൻ മാർഗം വേറെയില്ല രക്ഷകനേശു താൻ വഴിയേ വരുവിൻ ഈ നല്ല സമയം പ്രതാപകരെ നിന്നെ യേശു വിളിച്ചിടുന്നു കാറ്റഗറി സെക്ഷന്റെ മിഷൻസിന്റെയും യുവാഞ്ചേഴ്സിന്റെയും സംയുക്തമായി നടത്തുന്ന സ്വാതന്ത്ര്യദിന സന്ദേശവിരുദ്ധ റാലിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. നല്ലവരായ എല്ലാ നാട്ടുകാരെയും ബിസിനസ് നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് അല്പസമയം ഞങ്ങളുടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ മഹാരാജ്യം നീണ്ട 200 വർഷത്തിനടുപ്പമുള്ളതായ ബ്രിട്ടീഷ് കോളനി ആധിപത്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതിൻ്റെ 80ാമത് വാർഷികമാണല്ലോ വ്യത്യസ്ത നിലവാരത്തിൽ ഇന്ന് നാം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവചന പ്രകാരം യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു മനുഷ്യനുണ്ടാകുന്നത് യേശുക്രിസ്തുവിലൂടെയാണ് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. മഹാത്മാഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, ഭഗത് സിംഗ് തുടങ്ങിയ പ്രമുഖരാൽ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ സകല മനുഷ്യർക്കും അത് പ്രയോജനമായി തീർന്നപ്പെട്ടപ്പോൾ സാക്ഷാൽ സ്വാതന്ത്ര്യം കർത്താവായ യേശു ഈ ഭൂമിയിലെ സകല ജനതയ്ക്ക് വേണ്ടി നൽകുവാൻ ഇടയായി തീർന്നു. ലോകത്തിലെ വെളിച്ചமான ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മാനവരാശി രക്ഷിക്കുവാൻ ഇറങ്ങി വരികയും ആ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം വ്യത്യസ്ത മേഖലയിൽ ലഭിക്കുന്നു എന്ന് തിരുവചനം വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത്. അനേക കുഞ്ഞുങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 10-12 വയസ്സ് കഴിഞ്ഞാൽ ആൺമക്കളാണെങ്കിൽ അവർ അപ്പന്റെയും അമ്മയുടെ വാക്ക് കേൾക്കാതെ തന്നിഷ്ഠരായി
അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി പാപത്തിനും സകല മ്ലേച്ഛതകൾക്കും ജീവിതത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട് അവിടെയായ ബാല്യ സമയം അഥവാ കൗമാരം യൗവനത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ തികച്ചും വ്യത്യസ്ത സ്വഭാവത്തിന്റെ ഉടമകളായി മാറുന്ന അനേക തലമുറകളെ നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ സാധിക്കുന്നു. ഞങ്ങളുടെ ഈ യാത്രയുടെ കൂടെ ഒത്തിരി ചെറുപ്പക്കാരായ ആൺമക്കളും പെൺമക്കളുമുണ്ട്. അവർ മറ്റുള്ളവരെ പോലെ ജീവിക്കറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ കർത്താവായ യേശുവിന്റെ സ്നേഹവും യേശുവിൻ്റെതായ സമാധാനവും അവരുടെ ഹൃദയത്തിലും വാഴുന്നതിന്റെ ഫലമായിട്ട് ഈ ഭൂമിയിലെ സകല ചെറുപ്പക്കാർ അനുഭവിക്കുന്ന സകല പാപത്തോടും അതുപോലെ ലഹരി പദാർത്ഥങ്ങളോടൊക്കെ അവരെ ടാറ്റ പറഞ്ഞിട്ട് നല്ലൊരു മക്കളായി അപ്പനും അമ്മയ്ക്കും അവർ വളർന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ വട്ടവള ദേശത്തിന്റെ പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഭൂമിയിലെ വാസം അല്പകാല വാസമാണ്. ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്നാണ്. ഇന്ന് കാണുന്ന മനുഷ്യരെ നാളെ കണ്ടാൽ വരാം. നമ്മള് സ്ഥാപനങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ കടയിൽ പോയിട്ട് ഒരു ക്ലോക്ക് വാങ്ങിച്ചാലും ക്ലോക്കിന് ഗ്യാരണ്ടി ഉണ്ട്. ഒരു വർഷത്തിനകത്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനുള്ളതായ സംവിധാനം ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ മനുഷ്യന്റെ ജീവിതം ഒരിക്കലും ശാശ്വതമല്ല. അവന്റെ ആയുസ് ഒരിക്കലും ഗ്യാരണ്ടി ഉള്ളതല്ല. നല്ലവരായ നാട്ടുകാരോടും ബിസിനസ്സുകാരോടും ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, എന്നു വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. അല്പകാല ജീവിതം, ഈ കിട്ടുന്ന ജീവിതത്തിന്റെ ഈ സമയത്ത് കർത്താവായ യേശുവിന്റെ വചനപ്രകാരം ബൈബിളിൽ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലാതിരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ, ജീവിതം ശോഭനമായി തീരണമെങ്കിൽ ഈ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. യേശു എന്ന ലോകരക്ഷിതാവ്, ലോകത്തിന് വെളിച്ചമായ ക്രിസ്തു നിങ്ങളുടെ വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മുഴുവനുമായി മാറുവാൻ ഇടയായി തീരപ്പെടും. ജീവിതത്തിന് സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ ഏക വഴി യേശുക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ആരെങ്കിലും പകൽക്കാലം ഈ സന്ദേശം ഗ്രഹിക്കുന്നവരായിട്ട് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും പകൽക്കാലം ഉണ്ട് എങ്കിൽ സ്നേഹത്തോടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് സകല വിഷയത്തിന് പരിഹാരം യേശുക്രിസ്തുവിലുണ്ട്. അനേക ചെറുപ്പക്കാരെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു കമ്പനിക്ക് വേണ്ടി ആരംഭിക്കുന്ന മദ്യപാനം, ലഹരി പദാർത്ഥങ്ങള്, മറ്റ് അശ്ലീലമായ ചിത്ര കാഴ്ചകൾ, ഇത് പലപ്പോഴും ഊരാക്കുടുക്കായി അവരുടെ ജീവിതം തന്നെ മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ 80ാമത്തെ ആഘോഷ ദിവസത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം അത് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവാണ് യഥാർത്ഥ സമാധാനം, യേശുക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷ. യേശുവിൽ വിശ്വസിക്കുവാൻ ഒരു നാൾ രചിച്ചു പോകുകയില്ല എന്ന് വചന വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം ഇങ്ങനെ വിളിച്ചു പറയുന്നു, കർത്താവായ യേശു നമുക്ക് വേണ്ടി മനുഷ്യർക്കായി സ്വാതന്ത്ര്യം നൽകി എന്നാണ്. ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമാണ്. പാപത്തിൽ നിന്നും മ്ലേച്ഛമായ സ്വഭാവത്തിൽ നിന്നും ഉള്ള സ്വാതന്ത്ര്യമാണ് നിലനിൽക്കപ്പെടുന്ന സമാധാനവും സ്വാതന്ത്ര്യവും. ഇന്ന് പകൽക്കാലം ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ, ആ കർത്താവ് യേശുവിൻ്റെതായ സ്നേഹം അനുഭവിക്കപ്പെടുവാൻ പ്രത്യേകിച്ച് ദേശനിവാസികളോട് ഞങ്ങൾ ദൈവാത്മാവിൽ ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. തിരുവചനത്തിൽ വിളിച്ചു പറയപ്പെടുകയാണ്, ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വച്ചാൽ സകല മനുഷ്യരിലും അനിഷ്ടന്മാരത്രേ എന്നാണ്. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുക, മരിക്കുമ്പോൾ മരിക്കട്ടെ, ആരറിയുന്നു എന്ന ഒരു വലിയൊരു ചിന്ത പലരെയും പിടികൂടിയിട്ടുണ്ട്. ഈ ആയുസ്സുകൊണ്ട് ജീവിതം തീരുന്നില്ല, മരണശേഷ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം അനുഭവിക്കപ്പെടുവാൻ വേണ്ടി പ്രിയ സഹോദരങ്ങൾ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ബൈബിളിൽ വിളിച്ചു പറയുകയാണ്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇന്നലെ നാളെ മരിക്കേണ്ടവരാണ്. മരണശേഷം എവിടെ പോകുമെന്നായ ഉറപ്പ് ഇന്ന് പകൽക്കാലം പ്രാപിക്കപ്പെടുവാൻ ദൈവാത്മാവ് നിങ്ങളെ
ആഹ്വാനം ചെയ്യുകയാണ്. പ്രത്യേകമായി വട്ടപ്രദേശത്തിലെ എല്ലാ മാന്യമിത്രങ്ങളോടും സ്നേഹത്തിന്റെ ഭാഷ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മേലിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഈ നാമത്തിന് വ്യക്തമാക്കാനായി തീരപ്പെടുവാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചെറിയ ലഘു സന്ദേശം നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് വായിച്ച് അറിയുന്നതിൽ നമ്മൾ വളരെ സന്തോഷിക്കുന്നു. ഞങ്ങൾ ഈ സമയത്തിൽ നമ്മുടെ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് ആയുധമില്ലാതെ യുദ്ധം ചെയ്ത് വിജയം നൽകി തന്ന മഹാന്മാർക്കും രക്തസാക്ഷികളായവർക്കും ഞങ്ങൾ വളരെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചില നിമിഷങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ബഹുമാനമുള്ള ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചില മിനിറ്റുകൾ ഞങ്ങൾ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്, എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കാം. കാരണം നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മൾ വളരെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ ഈ കവലയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാനൊക്കെ ഇടയായി. കഴിഞ്ഞ 200ഓളം വർഷങ്ങൾ നമ്മുടെ ദേശത്തിന് സ്വാതന്ത്ര്യമില്ലാതെ ബ്രിട്ടീഷ് കോളനിയുടെ ഒരു ഭാഗമായിക്കൊണ്ട് നമ്മളെ അടിച്ചമർത്തി നമ്മളെ കൊണ്ട് ലാഭം കൊയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി മഹാന്മാർ വളരെയധികം പ്രയത്നിച്ചു. ഇന്ന് അന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമുക്കറിയാം, നമ്മുടെ പൂർവികന്മാർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ആഹാരത്തിന് വകയില്ലാതെ, വയറു നിറയെ തൃപ്തിയായി ഭക്ഷിക്കുവാനില്ലാതെ, ഒരു ശരിയായ ഒരു പാർപ്പിടമില്ലാതെ, ഓലക്കീട്ട് കൊണ്ടുപോലും മറയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മുടെ പൂർവികന്മാരായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിലെല്ലാം എനിക്ക് ആ കാലഘട്ടത്തിലൂടെ അപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത് എനിക്കറിയാം. എന്നാൽ നമുക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസം നൽകി അനേക ക്രിസ്ത്യൻ മിഷണറികൾ ദേശത്തിൽ കടന്നു വന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസം നൽകി പഠിക്കുവാനായി നമ്മുടെ മാതാപിതാക്കൾ ഉത്സാഹിപ്പിച്ചു. എന്നാൽ മാതാപിതാക്കൾ അവർ ശരിയാം വിധത്തിൽ പഠിക്കാതെ അവർ പട്ടിണി കിടന്നുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളാകുന്ന നമ്മളെ പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ റോഡിലൂടെ കാണുമ്പോൾ നിരന്തരം വരിയായി നിരനിരയായി പോകുന്ന വാഹനങ്ങളെ നമ്മൾ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥകൾക്കെല്ലാം വലിയൊരു മാറ്റം നൽകിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഭക്ഷണം വിശപ്പോടുകൂടി അല്ല നമ്മൾ ഭക്ഷിക്കുന്നത്. ഭക്ഷിക്കണം എന്നുള്ള നിർബന്ധം കൊണ്ട് ഭക്ഷിക്കുന്നവരാണ് അധികം പേര്. എന്നാൽ നമുക്ക് മാനുഷികമായി
ലൗകികമായിട്ട് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം. എന്നാൽ കാലക്രമേണ ആ സ്വാതന്ത്ര്യം നമ്മുടെ ദേശത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ഭക്ഷിക്കണമെന്ന് മറ്റുള്ളവർ നിർദ്ദേശിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു. നമ്മളെങ്ങനെ ആരാധിക്കണമെന്ന്, നമ്മളെങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമെന്ന് മറ്റുള്ളവർ നമ്മളെ ഉപദേശിക്കുന്ന നിലയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എങ്കിലും നമുക്ക് ലഭിച്ചതായ ഈ സന്തോഷം നമ്മൾ യാതൊരു മടിയും കൂടാതെ ഞങ്ങൾ എല്ലാവരോടും വിളിച്ചറിയിക്കുന്നതിൻ്റെ സ്ഥാനം നമുക്ക് ഈ ലോകത്തുള്ളതായ സ്വാതന്ത്ര്യമല്ല, യഥാർത്ഥത്തിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ആത്മീയ സ്വാതന്ത്ര്യമാണ്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ഒരു അല്പകാല പ്രാണികളെ പോലെ നമ്മൾ ജീവിക്കുന്നവരാണ്. എന്നാൽ ഈ ലോകം പെട്ടെന്ന് അവസാനിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ ശാരീരിക ജീവിതം നമ്മൾ പൂർത്തീകരിച്ച് നമ്മൾ ഈ മൺകൂടാരം വിട്ട് നമ്മൾ പോകേണ്ട ഒരു സമയം വരും. എന്നാൽ ആ സമയത്തിൽ നമ്മൾ എവിടെ ചെന്ന് ചേരും? യഥാർത്ഥമായ രണ്ട് സ്ഥലങ്ങളെ കുറിച്ചാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നിത്യത എന്ന രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് നിത്യ സമാധാന നിത്യജീവനും, ഒന്ന് നിത്യ മരണത്തിന്റെ പാതാളം എന്ന സ്ഥലവും. എന്നാൽ നമുക്ക് ആ നിത്യ സന്തോഷം അനുഭവിക്കുന്ന, ആ നിത്യതയുടെ സന്തോഷം അനുഭവിക്കുവാനായി ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഒരേ ഒരു വഴി യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. യേശു എന്ന ഒരേ ഒരു വ്യക്തിയിലൂടെ മാത്രം നമുക്ക് ആത്മീയമായ സ്വാതന്ത്ര്യവും വിടുതലും ദൈവം നമുക്കായി നൽകിയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കളാകുന്ന നിങ്ങളോട് വിളിച്ചറിയിക്കുകയാണ്, കടന്നു വരിക, ഈ സന്തോഷം അനുഭവിക്കുക, കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുക, ജീവിതത്തിൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിക്കുക, സമാധാനം എന്തെന്ന ആ 3 വാക്കുകൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ അത് ലഭിക്കുന്നതെന്ന് നിങ്ങൾ രുചിച്ചറിയുക. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ആയതിനാൽ നമുക്ക് യഥാർത്ഥമായ ആത്മീയ സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്. മാനുഷികമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുവെങ്കിലും നമുക്കിന്ന് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. ആരോഗ്യത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് ഈ സന്ദേശത്തിന്റെ ഉദ്ദേശം തന്നെ ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ആ സന്ദേശ റാലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാനത്തിൽ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ഗുണ്ടയായ ഒരു വ്യക്തി ഒരു കത്തിയുമായി, ഒരു ആയുധവുമായി ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് നമ്മളോട് വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ നമ്മൾ ഒരിക്കലും അവരെ സ്വാഗതം ചെയ്യുകയില്ല. നമ്മൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള മുഖാന്തരങ്ങൾ തേടും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അദ്ദേഹത്തെ എത്രയും വേഗത്തിൽ ബന്ധിക്കുവാനായി അല്ലെങ്കിൽ കീഴടക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതായ ഈ ലഹരി പദാർത്ഥങ്ങളിൽ അതിലൊരു ലേബലുണ്ട്. ആ ലേബൽ എഴുതിയിരിക്കുന്നത് ഇത് ക്യാൻസറിന് കാരണമായി തീരും, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമെന്ന് പല വിധത്തിലുള്ളതായ മുന്നറിയിപ്പോടുകൂടിയാണ് അത് ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥലത്തിൽ അത് വിൽക്കപ്പെടുന്നത്. എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നമ്മളെ കൊല്ലും, അത് നമ്മളെ ഉപദ്രവിക്കും, അത് നമുക്ക് ഹാനികരമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ചില കാശുകൾ കൊണ്ട് അത് വാങ്ങി അത് സന്തോഷത്തോടു കൂടെ നമ്മളൊരു നേരം പോക്കിന് വേണ്ടി അത് നമ്മൾ ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. അത് തന്നെ നമ്മളോട് പറയുകയാണ്, അത് നമ്മളെ ഉപദ്രവിക്കുമെന്ന്, അത് നമ്മളെ ഹനിക്കുമെന്ന്, അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കുമെന്ന്. എന്നാൽ നമ്മുടെ ആയുസ് ഒരു ചെറിയ ആയുസ്സാണെങ്കിലും അതിനു മുമ്പായി തന്നെ നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടെന്ന പരിമിതമായ രോഗങ്ങൾക്ക് അടിമകളായി തീരേണ്ട കാരണമായി തീരുന്ന അങ്ങനെയുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ ചെറിയ ചില്ലിക്കാശുകൾ നമ്മൾ മുടക്കുന്നത്, പ്രിയമുള്ളവരെ, ടാങ്കിലുള്ള ഒരു ടാങ്കിലുള്ളതായ വെള്ളം ഏതെങ്കിലും വീട്ടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു പൈപ്പ് നമ്മൾ ശ്രദ്ധിക്കാതെ അത് അടയ്ക്കാതെ അല്ലെങ്കിൽ ചെറിയ തുള്ളികളായിട്ടുള്ള വെള്ളം വീഴ്ന്നുകൊണ്ടിരുന്നാൽ, പ്രിയമുള്ളവരെ, ചില മണിക്കൂറുകൾക്ക് ശേഷം അഥവാ നമ്മൾ എവിടെയെങ്കിലും പോയി മടങ്ങി വരുന്ന വേളയിൽ ആ ടാങ്ക് കാലിയായിത്തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചില്ലിക്കാശുകളായിട്ടാണ്
നമ്മൾ അത് വാങ്ങുന്നതെങ്കിലും പ്രിയമുള്ളവരെ ഒരു സമയത്തില് അത് വലിയൊരു കടഭാരത്തിലേക്ക്, അത് വലിയൊരു വൻ നഷ്ടത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിൽ വളരെ അസമാധാനത്തിന്റെ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ പോക്കറ്റ് അത് ഓട്ടസഞ്ചി പോലെയാണ്. ഓട്ടസഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റില് അഥവാ നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങനെ അതൊരു ഓട്ടമുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പൈസ എല്ലാം നമ്മൾ അറിയാതെ തന്നെ അത് നഷ്ടമായി തീരുവാൻ കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ ആരോഗ്യം നമ്മൾ അധ്വാനിക്കുവാൻ വേണ്ടി മാത്രമല്ല, അതിന് നമ്മൾ ഭാവിക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി അത് നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിച്ച് ഒരു നല്ലൊരു ജീവിതം നയിച്ച് സമാധാനത്തോടെ ഒരു കുടുംബ ജീവിതം നയിച്ച് മുന്നിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്കായി അതിനായി കാത്തിരിക്കുക. ആയതിനാൽ ഇന്ന് ഈ ലഹരിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു കോളേജുകളിൽ, സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ, മറ്റു ഹോസ്റ്റലുകളിലൊക്കെ ഇത് ഒളിച്ചും പതുങ്ങിയും അവിടെ ചെന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാണ്, അവർ സുരക്ഷിതരാണ്, അവർ നമ്മൾ കുട്ടികൾ അയച്ചിരിക്കുന്ന ആ സ്ഥാപനം ഏറ്റവും നല്ലതാണെന്ന്. പ്രിയമുള്ളവരെ, എത്രയോ മാതാപിതാക്കൾ ഇന്ന് കണ്ണുനീരിലായിരിക്കുകയാണ്. അനേക പ്രകാരമായിട്ടുള്ള അടിമകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളാൽ അവിടെ അനേകരെ കുഞ്ഞുങ്ങളെ, ഭാവിയെ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നും സാധ്യമല്ല. നമ്മുടെ വരുന്ന തലമുറ അവർ നല്ലൊരു ജീവിതം നയിക്കുന്ന ഒരു നല്ല ദൈവത്തിന്റെ മാതൃകയുള്ള മക്കളായി, ദേശത്തിന് പ്രയോജനമുള്ള മക്കളായി തീരുവാൻ നമ്മൾ ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയേണ്ടത് ആവശ്യമാണ്. നമ്മൾ അതിന് വിരോധമായി, അതിനെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രസംഗങ്ങളും പ്രചാരങ്ങളും, അതുപോലെ ഇന്ന് കേരള ഗവൺമെന്റ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തടയുവാൻ ഗവൺമെന്റ് എത്ര ശ്രമിച്ചാൽ തന്നെയും അതിന് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വതന്ത്രമാകുവാൻ അത് കഴിയുകയില്ല. വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളിന്റെ സഹായമില്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കില്ല. ആയതിനാൽ അനേകരെ പുതുവർഷമാകുമ്പോൾ, അതുപോലെ എന്തെങ്കിലും നല്ലൊരു ദിവസമാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു ദിവസം കൂടെ ഞാനത് ഉപയോഗിച്ചിട്ട് അത് എന്നേക്കുമായിട്ട് മാറ്റാമെന്നാണ്. അങ്ങനെ തീരുമാനിച്ച നൂറുകണക്കിന് ദിവസങ്ങളിൽ, പ്രാവശ്യങ്ങളിൽ തീരുമാനിച്ച വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആയതിനാൽ നമുക്ക് സ്വയമായിട്ട് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സാധ്യമല്ല. ആയതിനാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന ഈ സഹോദരന്മാരെ വിളിച്ചു പറയുന്നത് യഥാർത്ഥമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിടുതൽ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ ആശ്രയിക്കുക, നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ അടുക്കൽ നമ്മളെ മടക്കി സമർപ്പിക്കുക. ആ ദൈവം നമ്മളെ പണിയുമ്പോൾ, ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമുക്കിങ്ങനെയുള്ള പാപ സ്വഭാവങ്ങളിൽ നിന്ന്, പാപപ്രവൃത്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുവാനായിട്ട് സാധിക്കും. ആയതിനാൽ ഈ 80ാമത് വർഷം ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷവേളയിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് സമയം നൽകിയ വേണ്ടപ്പെട്ടവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഈ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുക. മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ, മനം തനമേ മണ്ണിൻ മഹിമകൾ ഒന്നും ശാന്തിയെ നൽകാതെ, ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക, ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക, ഉണ്ണിയുള്ളിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ, ഉണ്ണിയുള്ളിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ.
വേറെയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ കണ്ടുനീർത്താൽ വരെയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ എന്നാലും ഭയമെന്തിനെന്നരികൾ നന്നായവൻ കൃപമഴ പോൽ ചൊരികൾ എന്നാലും ഭയമെന്തിനെന്നരികൾ നന്നായവൻ കൃപമഴ പോൽ ചൊരികൾ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധിയാണ് യുവതേ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധിയാണ് യുവതേ പുറമേ കണ്ടാൽ വൗ 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 അകമേ മുഴുവൻ അയ്യോ പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം അയ്യോ 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 നാണം നാണം കെട്ടല്ലോ വല്ലാത്ത കാലമാണി നേരെ ചൊവ്വ പൊക്കോണെ വല്ലാത്ത കാലമാണി നേരെ ചൊവ്വ പൊക്കോണെ നല്ലത് നോക്കി ചൂസ് ചെയ്യാം ചീത്തയൊക്കെ തള്ളിക്കളയാം നല്ലത് നോക്കി ചൂസ് ചെയ്യാം ചീത്തയൊക്കെ തള്ളിക്കളയാം ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം ജുമ്മാകും ജുമ്മാകും ജുമ്മാ 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 ജുമ്മാകും ജുമ്മാകും ജുമ്മാ 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 ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം ബുദ്ധി മാത്രം പോരാ അതിന് ദൈവകൃപയും വേണം വല്ലാത്ത കാലമാണി നേരെ ചൊവ്വ പൊക്കോണെ വല്ലാത്ത കാലമാ
നടക്കണാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി പോകുമ്പോ അതൊക്കെ ബൈക്ക് കയറി സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൂരത്തും ചേർത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തയേശുവിന്റെ സ്ഥലമാകുന്ന നാമത്തിൽ പ്രത്യേകമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകാൽ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുമ്പോട്ട് കടന്നു വന്നിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമായി വിവിധ നിലകളിൽ ആഘോഷങ്ങളും സന്തോഷങ്ങളും വിവിധ സ്കൂൾ, ഓഫീസ്, വിവിധ ഇടങ്ങളിലായി രാവിലെ മുതൽ നടക്കുന്ന സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നടുവിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് നെയ്യാറ്റിൻകര സെക്ഷൻ്റെ ഇവാഞ്ചലിസം ആൻഡ് മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി ഓലത്താന്നിയിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടി 9 മണിക്ക് ആരംഭിച്ച് ഇവിടെ ഇന്ന് ഈ ഉച്ച സമയത്ത് കണ്ട വളരെയധികം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആ മേധാവിയുടെ പിന്നാലെ കടന്നുപോയ ഒരു ചരിത്രം നമുക്കറിയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കച്ചവട ആവശ്യമായി കടന്നുവന്ന ബിസിനസ് രംഗം ഏർപ്പെട്ടുവെങ്കിലും തുടർന്ന് ഇന്ത്യ മഹാരാജ്യത്തെ അടിമത്തത്തിലേക്ക് നയിച്ചതായ അനുഭവങ്ങൾ നമുക്കറിയാം. ഇന്ന് ഇന്ത്യ മഹാരാജ്യം 147 കോടി ജനത്തിലേറെയായി ലോകമഹാരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും ജനസംഖ്യ ഉള്ള ഒരു രാജ്യമായി നിലകൊള്ളുമ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ പിന്നിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയതായ സ്വതന്ത്ര സമര സേനാനികൾ എന്ന് പറഞ്ഞ് ഒരു വലിയ മുൻനിരയെ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ത്യാഗോജ്ജലമായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ 147 കോടി ജനം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചതിൽ ശ്രീ മഹാത്മാഗാന്ധിയുടെ സമരങ്ങൾ നമുക്ക് മാതൃകയാണ്. ആയുധങ്ങൾ കൂടാതെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെയും സമരങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കൈവരിച്ച് എടുക്കുവാൻ നിൽക്കുമെന്ന് മഹാത്മജിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞ് നാം സന്തോഷിക്കുമ്പോൾ വളരെ നമ്മെ ചിന്തിപ്പിക്കുന്നതായിരിക്കുന്ന അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ സകല മനുഷ്യർക്കും ഏത് മതം സ്വീകരിക്കുവാനും ഏത് വിശ്വാസം പ്രചരിപ്പിക്കുവാനും ഏത് പ്രസംഗങ്ങൾ നടത്തുവാനും ഇന്ന് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തന്നെ മനുഷ്യന് നിഷേധിക്കപ്പെട്ടിരുന്ന വിവിധ മേഖലകളിലെ സ്വാതന്ത്ര്യം അവരിലൂടെ കൈവരിപ്പാൻ കഴിഞ്ഞു. അതിന് നാം അനുഭവിക്കുന്നതിൽ സന്തോഷമുള്ളവരാണ്, ആഘോഷിക്കുന്നവരാ. നാം അറിയാതെ പോകരുത്.
വാസ്തവത്തിൽ ഇന്നും നാം കണ്ണോടിച്ചു നോക്കിയാൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാകാതിരിക്കുന്ന നിരവധി മേഖലകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്താവിനിമയങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം തികച്ചും കാറ്റത്ത് പുറത്തപ്പെട്ടതുപോലുള്ള അനുഭവങ്ങളിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 147 കോടി ജനങ്ങളിൽ ഏകദേശം 27 പരം യുവജനങ്ങൾ അടങ്ങുന്ന ഈ മഹാരാജ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രായവ്യത്യാസമന്യേ ലഹരിക്ക് വിധേയരായി വിവിധപരമായ ലഹരി പദാർത്ഥങ്ങളുടെ പിടിയിൽ അമർന്നുകൊണ്ട് മനുഷ്യൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടവരായി, സന്തോഷമില്ലാത്തവരായി, സ്വസ്ഥതകളില്ലാത്തവരായി മനുഷ്യൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസത്തും ഉണ്ടാകുന്ന കണക്കുകൾ അനുസരിച്ച് എത്ര കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് പിടിച്ചെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ലഹരിക്ക് അടിമയാകുന്നത്? ലഹരി പദാർത്ഥങ്ങളുടെ ലഹരിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തോടുള്ള ലഹരി മറന്ന് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ മാരകമായ രോഗങ്ങൾക്ക് വിധേയപ്പെട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്ന 77 80 എന്ന് പറയുന്ന ആയുഷ്കാലം പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് മുമ്പ് തന്നെ മനുഷ്യൻ പോയി മറയുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ലഹരിക്ക് അടിമയാകുന്നത്? അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം മനുഷ്യന് ആർക്ക് വരുത്തുവാൻ കഴിയും? നമ്മുടെ നാടിന് ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകണ്ടേ? വളർന്നു വരുന്ന യുവതലമുറകൾ 15 വയസ്സുകളാകുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിലുള്ള ലഹരിക്ക് അടിമകളായി ജീവിതത്തിൽ പഠനങ്ങൾ നഷ്ടപ്പെട്ട്, ആരോഗ്യങ്ങൾ സൗന്ദര്യങ്ങൾ നഷ്ടപ്പെട്ട്, കുടുംബ ബോധങ്ങൾ നഷ്ടപ്പെട്ട്, മാതൃപിതൃ ബഹുമാനങ്ങളില്ലാതെ ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ഇന്നായിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്ന സത്യമുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിലും ദൈവത്തിന്റെ കൃപാവരമെന്ന് പറഞ്ഞ് മനുഷ്യന് നിത്യജീവൻ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഭാവിയായ മനുഷ്യനെ പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിച്ച്, പാപത്തിലൂടെ നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകാതെ അതിൽ നിന്ന് രക്ഷിപ്പാൻ വെക്കുമെന്ന് മനുഷ്യന് സാക്ഷാൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ ഈ ലോകത്തിലേക്ക് ദൈവിക പദ്ധതികൾ പ്രകാരം അവതരിക്കപ്പെട്ട് ഏകരക്ഷയുടെ മാർഗം കർത്താവായ യേശുക്രിസ്തുവാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ച് മനുഷ്യന്റെ പാപത്തിന്റെയും ശാപത്തിന്റെയും പരിഹാരാർത്ഥം കാൽവരിയുടെ ഗിരിവുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരക്കുരിശിൽ ഇരുകരങ്ങൾ വിരിക്കപ്പെട്ടവരായി കാലുകൾ ചേർത്ത് കാലിനും ബാണികളാൽ തറയ്ക്കപ്പെട്ട് ലോകത്തിന്റെ മധ്യഭാഗമായ യെരൂശലേമിൽ മാനവകുലത്തിന്റെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി യേശുക്രിസ്തു പരമയാഗമായി മാറുവാനിടയായി. മനുഷ്യന്റെ മുഴുവൻ പാപത്തെ കഴുകി മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി മനുഷ്യനെ നിത്യമരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ യേശുക്രിസ്തു അവസാനത്തുള്ള രക്തവും ഒഴുക്കി തരുവാനിടയായി. വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് യേശുവിനെ
കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറഞ്ഞ് വാസ്തവത്തിൽ 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ ഗിരിമുകളിൽ മുഴു ലോകത്തിന്റെയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി സ്വാതന്ത്ര്യം വരുത്തിയ ആ സാക്ഷാൽ സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യനും സൗജന്യമായി ലഭിക്കാനിടയായി തീരും. അതേ പ്രിയര്, പാപത്തിന്റെ കുറ്റം നിങ്ങളെ ഭരിക്കുകയാണ്, പാപം നിങ്ങളെ വേട്ടയാടുകയാണ്, ഭാവി എന്ന മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണോ? യേശു വഴിയായി ചൊരിയപ്പെട്ട പരിശുദ്ധ രക്തത്താൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്നതിൽ ഈ സാക്ഷാൽ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ഈ ഉച്ച സമയത്ത് ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി സ്വർഗരാജ്യത്തിന്റെ വകകളാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. അതേ പ്രിയരെ, മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമം വഴിയാൽ ഒരുക്കപ്പെട്ട സാക്ഷാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങളേവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ലോകരക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ചുരുക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു നൽകും റിയലായി, യേശു നൽകും റിയലായി, യേശു നൽകും എറ്റേണലായി, യേശു നൽകും എറ്റേണലായി. നിരന്തരമല്ല 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 ഈ ലോകജീവിതം, നിരന്തരമല്ല 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 ഈ ലോകജീവിതം. അയ്യോ അയ്യോ പത്രോസും കൂട്ടരും മീനൊന്നും കിട്ടാതെ കഷ്ടത്തിലായി. അയ്യോ അയ്യോ പത്രോസും കൂട്ടരും മീനൊന്നും കിട്ടാതെ കഷ്ടത്തിലായി. രാവെല്ലാം വലയെറിഞ്ഞോ, ഞാനൊന്നും കിട്ടിയതില്ല. രാവെല്ലാം വലയെറിഞ്ഞോ, ഞാനൊന്നും കിട്ടിയതില്ല. അയ്യോ 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 അയ്യോ. യേശുവിൻ വാക്കിനെ അനുസരിച്ച് കടലിനാഴത്തിൽ വലയിറക്കി. യേശുവിൻ വാക്കിനെ അനുസരിച്ച് കടലിനാഴത്തിൽ വലയിറക്കി. ശൂന്യത മാറി പടകും നിറഞ്ഞു. യേശു ലൈഫും മാറി. ശൂന്യത മാറി പടകും നിറഞ്ഞു. യേശു വന്നപ്പോൾ ലൈഫും മാറി. വയ്യാരെ 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 വയ്യാരെ
വെറുതെ പാഴാക്കിടല്ലേ.
മിഷൻസിൻ്റെയും അതുപോലെ ഇവാഞ്ചലിസത്തിൻ്റെയും പ്രവർത്തകർ ചേർന്നും നമ്മുടെ നെയ്യാറ്റിൻകര സെക്ഷൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സുനിൽദാസ് പാസ്റ്റർ അവർ, മറ്റ് പാസ്റ്റേഴ്സ്, പാസ്റ്ററുടെ സഭ, മറ്റിതര സഭകളിലുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ച് 80ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സന്തോഷവേളയിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലിയായിട്ടാണ് നിങ്ങളുടെ മധ്യേ ഞങ്ങളായിരിക്കുന്നത്. ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ സത് ഉപദേശത്തിൽ നിന്നും ഉദ്ദേശത്തിൽ നിന്നും മനുഷ്യനെ ദൈവത്തിൻ്റെ ശത്രുവായ പിശാച്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ട മനുഷ്യനെ ശ്രദ്ധ തിരിപ്പിച്ചു പിശാചിൻ്റെ അധികാരത്തിലേക്കും ആശയത്തിലേക്കും ആഴ്ത്തിക്കളയുവാൻ ഇടയായി. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ പാപവഴികളിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും എളുപ്പവും ലളിതവുമായി എന്ന് തോന്നുന്ന നിലവാരത്തിലേക്ക്, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന നിലവാരത്തിൽ മനുഷ്യന്റെ ശ്രദ്ധയും സംസാരവും ജീവിത ശൈലിയും പിശാചിന് അനുകൂലമായി മാറ്റപ്പെടുവാനിടയായി. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയുടെ അധീനതയിലായിരുന്നു എന്ന് നമുക്കറിയാം. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനിടയായത്. കേവലം കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവർ കൈക്കുള്ളിലാക്കുകയും ആ നിലകളിൽ ഇന്ത്യയുടെ ജനത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹാനി വരുത്തുകയും ചെയ്തു എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അന്ന് അനേക നാട്ടുരാജ്യങ്ങളായി കഴിഞ്ഞിരുന്ന ഭൂപ്രദേശങ്ങളെ കൂട്ടിച്ചേർത്താണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിവിധ സാമ്രാജ്യ ശക്തികൾ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു ഭരണം നടത്തി പോന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവട താല്പര്യത്തോടെ ഇന്ത്യയിൽ എത്തിയെങ്കിലും ക്രമേണ ഇന്ത്യയുടെ ഭരണം കൈക്കലാക്കി. തുടർന്ന് ഇന്ത്യയെ ഒരു ബ്രിട്ടീഷ് കോളനിയാക്കി മാറ്റി. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരും പൗരപ്രധാനികളും അടിച്ചമർത്തപ്പെട്ടു. അസ്വസ്ഥതരായ സ്വദേശീയ നേതാക്കൾ സംഘടിച്ച് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിക്കുവാനിടയായി തീർന്നത് നമുക്ക് ചരിത്രം മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അക്കാലത്തുള്ള സംഭവങ്ങൾ നേരിട്ട് കണ്ട ആൾക്കാർ വളരെ വിരളം, കുറവായിരിക്കും എന്ന് അറിയാം. എങ്കിലും ചരിത്ര രേഖകളിൽ കൂടി അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1942 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന നിലപാടിൽ ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം ബ്രിട്ടീഷുകാരെ അറിയിച്ചു. തുടർന്ന് നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയോടൊപ്പം മുൻനിര പോരാളികളായി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ സായുധ നാഷണൽ വിപ്ലവം നടത്തുകയുണ്ടായി. ഭഗവത് സിംഗ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു എന്നത് നമുക്ക് ചരിത്രം മനസ്സിലാക്കി തരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുന്നണി പോരാളികളുടെ ഇച്ഛാശക്തിക്ക് മുൻപിൽ ഗത്യന്തരമില്ലാതെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ബലഹീനരായ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി തീരുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ഒരു നിയമജ്ഞൻ കൂടിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെ ഏകോപിച്ച് ഇന്ത്യ രാഷ്ട്രം രൂപീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച് പ്രഥമ ആഭ്യന്തരകാര്യ മന്ത്രിയായി
തീർന്ന വിവരം നമുക്കെല്ലാവർക്കും ചരിത്രത്തിൽ കൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഇന്ത്യ ഇന്ന് എല്ലാ രംഗത്തും വളർച്ച പ്രാപിച്ചു ലോകത്തിലെ വലിയ രാഷ്ട്രങ്ങളിൽ ഒന്നായി തീർന്നിരിക്കുന്നു. ജനസംഖ്യയിൽ ലോകത്ത് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു നല്ല ഭരണഘടന നമ്മുടെ രാജ്യത്തിനുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മതങ്ങൾ ഉള്ളത് ഇന്ത്യയിലാണ്. എല്ലാ ജനങ്ങൾക്കും മതപരമായ ആചാരങ്ങൾ നടത്തുവാനും വ്യക്തികൾക്ക് ഇഷ്ടമുള്ള മതങ്ങൾ വിശ്വസിക്കുന്നതിനും അത് അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ വസ്തുതകളെല്ലാം ഈ തലമുറയ്ക്ക് അത് ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ അജ്ഞാതമായിരിക്കുന്നു എന്നതും അതുകൊണ്ടാണ് പഴയ കാര്യങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ചിലതൊക്കെ ഇന്ന് ഈ സമയം ഇന്ത്യക്ക് 80-ാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന വേളയിൽ ചില വസ്തുതകൾ ചുരുക്കമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കേണ്ടി വന്നതും. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്നുള്ള പ്രതിജ്ഞ പ്രാവർത്തികമാകയാൽ നമ്മുടെ രാഷ്ട്രം ഐശ്വര്യമുള്ളതായി തീരും. മനുഷ്യവർഗത്തിന് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഭരണാധിപത്യത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതുണ്ട്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. മനുഷ്യൻ സകല ഭൂചര ജന്തുക്കളെക്കാൾ ഉന്നത സൃഷ്ടിയാണ്. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായി വന്നു. മനുഷ്യനെ ദൈവം തൻ്റെ കൈകൊണ്ട് പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചതാണ്. ഏതേൻ തോട്ടത്തിൽ മനുഷ്യൻ ഹവ്വ സന്തോഷത്തോടെ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുവായ പിശാച് തന്ത്രപൂർവ്വം മനുഷ്യനെ ചതിച്ചു. ദൈവ കൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിപ്പാൻ പ്രേരണ നൽകി. പിശാചിന്റെ കെണിയിൽ ആദ്യം ഹവ്വയും പിന്നെ ആദാവും വീണുപോയി. ഇങ്ങനെ ഹവ്വയും ദൈവത്തിന്റെ വർദ്ധീസയിൽ നിന്നും വേർപെട്ടുപോയി. ആദാം മുഖാന്തരം മനുഷ്യവർഗം മുഴുവനും പാപികളായി തീർന്നു. സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ട മനുഷ്യൻ ഇക്കാലത്ത് ജാതിയുടെയും മതത്തിന്റെയും വംശത്തിന്റെയും പേരിലും ഭാഷയുടെയും ആചാരങ്ങളുടെയും പേരിലും ഭിന്നത ഉണ്ടാക്കി ശത്രുക്കളെ പോലെ പെരുമാറുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ആകയാൽ മനുഷ്യൻ എല്ലാവരും പാപികളാണ്. പാപികളായതുകൊണ്ട് പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരു രക്ഷിതാവ് സ്വർഗത്തിൽ നിന്ന് കടന്നു വരേണ്ടി വന്നു. കാരണം ഈ ലോകത്തിൽ മനുഷ്യനെ സ്ത്രീ പ്രസവിച്ച മനുഷ്യ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. സ്ത്രീയിൽ നിന്ന് മനുഷ്യൻ അശുദ്ധനിൽ ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അശുദ്ധിയിൽ മനുഷ്യൻ ജനിച്ചിരിക്കുകയാൽ അവൻ പാപിയായി തീർന്നു. അതുകൊണ്ട് അശുദ്ധനായ ഒരു മനുഷ്യന് ഒരു അശുദ്ധിയായ മറ്റൊരു മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രാപ്തിയില്ല, അധികാരമില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് തന്നെ യേശു കർത്താവ് സകല മഹിമകളെയും വെടിഞ്ഞ് ദാസരൂപമെടുത്ത് മനുഷ്യനായി വിളങ്ങി ലോകത്തിൽ കടന്നു വന്നു എന്ന് നമുക്കറിയാം. പാപരഹിതനായ യേശു പീലാത്തോസിന്റെ മുമ്പിൽ കോടതി ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും മാനവജാതിയുടെ പാപത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു ക്രൂശിൽ മരിക്കേണ്ടി വന്നു. ഒരു തുള്ളി രക്തം പോലും ശേഷിക്കാതെ മാനവജാതിക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകയാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ്, പാപപരിഹാരം, പാപമോചനം, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് ഉള്ളത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനായ ദൈവം ലോകത്തിലെ മനുഷ്യനെ സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ പോലെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. യേശുവിന് മാത്രമേ തികഞ്ഞ സ്നേഹം മനുഷ്യനെ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. കാരണം അവൻ മനുഷ്യൻ ഒരു ആത്മാവാണ്. അവനൊരു ജന്തുവല്ല, ഒരു മൃഗമല്ല, മറ്റൊരു വൃക്ഷമല്ല. അവനൊരു ആത്മാവാണ്. അവൻ ആത്മാവ് ഉണ്ട് എന്ന് പറയാൻ കാരണം മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് ഒരു പ്രതിബിംബം ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെ ദൈവിക ജീവൻ ശ്വാസം ഊതിയതാണ് മനുഷ്യൻ.
ആകയാൽ മനുഷ്യന് ദൈവവുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്. മനുഷ്യന് വേണ്ടിയാണ് ലോകത്തിലെ സകല സൃഷ്ടികളും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ആദ്യത്തെ 1, 2, 3, 4, 5 ദിവസം കൊണ്ട് മനുഷ്യനൊഴികെ ബാക്കിയുള്ള മനുഷ്യന് വേണ്ടി എല്ലാം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം ഈ മനോഹരമായി സൃഷ്ടിച്ച സൃഷ്ടിയെ ആസ്വദിച്ച് അതിൽ ജീവിച്ച് അത് മനോഹരമായി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആകയാൽ ഈ ലോകത്തിൽ കാണുന്ന സൃഷ്ടികളെല്ലാം ദൈവമല്ല, ദൈവത്തിന് വേണ്ടിയല്ല. ഈ സൃഷ്ടി നമുക്ക് കാണാൻ കഴിയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അത് എല്ലാം ദൈവം മനുഷ്യന് വേണ്ടി അതിനെ സൃഷ്ടിച്ചതാണ്. പകൽ വെളിച്ചം കൊടുക്കുവാൻ സൂര്യനെയും രാത്രി വെളിച്ചം കൊടുക്കുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ദൈവം സൃഷ്ടിക്കുവാനിടയായി തീർന്നു എന്ന് നമുക്ക് വിശുദ്ധ ബൈബിൾ നമുക്ക് മനസ്സിലാക്കി തരുവാൻ കഴിയുന്നു. ആകയാൽ അതൊന്നും ദൈവങ്ങളല്ല, അത് മറ്റൊന്നും ദൈവങ്ങളല്ല. ഈ ലോകത്തിൽ ദൈവമായിട്ടുള്ളത് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ വിശ്വാസത്താൽ യേശുവിനെ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് അതേ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് കർത്താവിന്റെ അതേ സന്നിധിയിൽ ചേർക്കുവാൻ തക്കവണ്ണം ദൈവം ഇനി രണ്ടാമത് വരും. ആകയാൽ കൽപ്പന പ്രമാണിച്ച് ജീവിച്ച സകല മനുഷ്യരെയും സ്വർഗോന്നതങ്ങളിൽ പ്രവേശിപ്പിക്കുവാൻ വരേണ്ട നാളുകൾ അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു മരിച്ചവരുടെ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു എങ്കിൽ സകല മനുഷ്യർക്ക് ഒരു ഉയർപ്പുണ്ട്. എന്നാൽ ജീവജാലങ്ങൾക്ക് ഇനി ഒരു ഉയർപ്പില്ല, ഇനി ഒരു ജീവിതമില്ല. മനുഷ്യന് മാത്രമേ ഇനി ഒരു അതേ ജീവനുള്ള ഒരു ഉയർപ്പുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അതെ, ഈ ലോകത്തിൽ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ച യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചപ്പോൾ ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് വേർതിരിച്ചു. നമുക്കറിയാം, BC എന്നും AD എന്നും രണ്ടായി അതേ ചരിത്രം മാറുവാനിടയായി. അതെ, അത്രത്തോളം പ്രാധാന്യതയുള്ള ഒരു വ്യക്തി ആണ് യേശു ക്രിസ്തു. മറ്റ് രാജാക്കന്മാരും ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ ലോകത്തിൽ ജനിച്ചപ്പോൾ അത് ചരിത്രം രണ്ടായിട്ട് തിരിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാൽ യേശു കർത്താവ് മാത്രമാണ് ജനിച്ചപ്പോൾ AD എന്നും BC എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന. അതുകൊണ്ട് ഇന്ന് നാം ഉപയോഗിക്കുന്ന കലണ്ടറിൽ അത് വാക്കും ഭാഷവുമില്ലാതെ വിളിച്ചറിയിക്കുന്നു, ലോകത്തിന്റെ രക്ഷിതാവായ യേശു ജനിച്ചിട്ട് 2026 അത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആയെന്ന് എല്ലാ മതക്കാരും എല്ലാ ഭാഷക്കാരും എല്ലാ അത് ലോകരും വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന ഒരു കലണ്ടറാണ് ഇന്ന് നാം നമ്മുടെ വീടുകളിലുള്ളത്. ഹല്ലേലൂയ. അത്രത്തോളം പ്രാധാന്യമുള്ള ഈ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുമോ? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ അടുത്ത് അനുതാപത്തോടും കണ്ണുനീരോടും വരുമോ? നിങ്ങൾക്ക് രക്ഷയുണ്ട്. ഈ രക്ഷ പ്രാപിപ്പാൻ, പാപമോചനം പ്രാപിപ്പാൻ ഒരു പണവും കൊടുക്കേണ്ട കാര്യമില്ല. സൗജന്യമാണ്. വിശ്വസിക്കുന്ന ഏവർക്കും യേശു സൗജന്യമായി രക്ഷ കൊടുക്കുന്നു, പാപമോചനം കൊടുക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു. യേശുവിലേക്ക് ആര് കടന്നു വരും? നിങ്ങൾ ഇത് ആരെങ്കിലും മുന്നോട്ട് വരുന്നെങ്കിൽ നമ്മൾ അത് പ്രാർത്ഥിക്കും. ഇവിടെ അടുത്ത് അതേ അറാലമോട് ബോർഡിന്റെ ഒരു സഭ ഉണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവഭൃത്യനാണ് അവിടെ ആയിരിക്കുന്നത്. അതെ, ബെന്നി ജോർജ്, ആ നിലയിൽ പാസ്റ്റർ അതെ നിങ്ങൾക്ക് വേണ്ടിയ സഭ പ്രാർത്ഥിക്കുവാനായിട്ടുണ്ടാവും. നമ്മുടെ അസംബ്ലി സഭ ഭൂലോക വ്യാപകമായി വളരെ വിശാലമായി തീർന്നിരിക്കുന്ന ഒരു സംഘടനയാണ്. അതിൽ ഉൾപ്പെട്ട ഒരു നെയ്യാറ്റിൻകര സെക്ഷനിൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് അതിവിടെ കടന്നുവരുടെയായി നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, എനിക്ക് ഇങ്ങനെ അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.